ഇതൊരു നോർമൽ ലൈറ്റ് ആണ്. ഇതെനിക്ക് സ്മാർട്ട് ലൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോയിൽ എങ്ങനെ ഇത് സ്മാർട്ടാക്കി എടുക്കും എന്നുള്ള ഒരു കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതുകൂടാതെ ഇതിനൊരു ഈസി സൊല്യൂഷൻ ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഇതേപോലെ എല്ലാം സ്ക്രാച്ച് ചെയ്യുന്ന ഉണ്ടാക്കണം എന്നുള്ള കാര്യം ഞാൻ പറയണം. അപ്പോൾ അതിനായിട്ട് ഇതിനകത്തൊരു ESP32 ഉണ്ട്. അപ്പോൾ അത് പ്രോഗ്രാം ചെയ്യണമെങ്കിൽ ഇതിപ്പോൾ സ്മാർട്ട് ആക്കാം, വേറെ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. ഇതിൻ്റെ കൺട്രോൾസ് ഫുള്ള് വരുന്നത്, അതായത് കളേഴ്സ് ചേഞ്ച് ചെയ്യുക, അതെല്ലാം ബ്രൈറ്റ്നസ് ചേഞ്ച് ചെയ്യുക, ഇതെല്ലാം ആപ്പ് ത്രൂ ആയിരിക്കും കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ആപ്പും ഉണ്ടാക്കും. സോ ഈ രണ്ട് സംഭവങ്ങളും രണ്ട് പാർട്ടായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതായത് ഇതിപ്പോൾ അർഡുയിനോ കോഡ് കാര്യങ്ങളൊക്കെ ഈ വീഡിയോ നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും ഇതിൻ്റെ ആപ്പ് ഡെവലപ്മെൻറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ. സോ സബ്സ്ക്രൈബ് ആൻഡ് stay tuned for the next video. So let's start from the reason why I am building this from scratch. എനിക്കൊരു RGB ലൈറ്റ് വേണമെന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഫ്ലിപ്കാർട്ട് ആമസോണിലൊക്കെ കയറി നോക്കിയപ്പോൾ ഡിജിടെക്കിൻ്റെ ഈ ഒരു ലൈറ്റ് കാണുന്നത്. പക്ഷേ അത് ഓർഡർ ചെയ്യുന്നതിന് പകരം ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ഒരു RGB ലൈറ്റ് ഇരിപ്പുണ്ട്, പഴയ ഫോണിൻ്റെ ബാറ്ററി ഉണ്ട്, ഒരു ESP32 കിടപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നാക്കി ഇതേപോലെ തന്നെ ഒരു സെയിം ലൈറ്റ് ഉണ്ടാക്കിയാലോ എന്നുള്ളൊരു ഐഡിയ വന്നു. അങ്ങനെ ഞാൻ ഈ ഐഡിയ കൊണ്ട് എൻ്റെ കാക്കാൻ്റെ അടുത്ത് നിന്ന് എന്നിട്ട് ഇത് ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ കാക്കയാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്. ഇപ്പോൾ ഇതിൻ്റെ ഡിസൈനായാലും ഇതിൻ്റെ ഹാർഡ്വെയർ സോൾഡറിങ് വയറിങ് കാര്യങ്ങളെല്ലാം എൻ്റെ കാക്കയാണ് ചെയ്തത്. ഇപ്പോൾ എൻ്റെ റോൾ ചെയ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാമിംഗ് ആണ്. അതായത് ഇപ്പോൾ ഇതിനകത്ത് ESP32 പ്രോഗ്രാം ചെയ്യാനാണേലും മൊബൈൽ ആപ്പ് ഉണ്ടാക്കാനാണേലും ഇത് രണ്ടും ചെയ്യണത് ഞാനാണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. ഇപ്പോഴത്തെ കുറേ AI ടൂൾസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കോഡ് ചെയ്താൽ എന്നുള്ളത് വളരെ സിമ്പിളായിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ കൂടുതലായിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു ഐഡിയ മതി. അതായത് ഇപ്പോൾ ESP32 ബ്ലൂടൂത്തും ഉണ്ട്, വൈഫൈയും ഉണ്ട്. അതിനകത്ത് ഏത് കണക്ടിവിറ്റി ഓപ്ഷൻസ് ചൂസ് ചെയ്യണം, അതല്ല ഇനി ഇതിനകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മതി. കാരണം കോഡെല്ലാം നമുക്ക് AI ടൂൾസ് വെച്ച് തന്നെ കോഡെല്ലാം ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ വൈഫൈയും ബ്ലൂടൂത്തും ഉണ്ട് കണക്ടിവിറ്റി ആയിട്ട്. ഇപ്പോൾ പ്ലാനിൽ ചെറിയ ചേഞ്ചസ് ഉണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചത് ബ്ലൂടൂത്ത് യൂസ് ചെയ്തിട്ട് കമ്മ്യൂണിക്കേഷൻ ഹാൻഡിൽ ചെയ്യാമെന്നാണ്. പക്ഷേ അത് വേണ്ട പോലെ കറക്റ്റായിട്ട് വർക്കായില്ല. നേരത്തെ എൻ്റെ ബ്ലൂടൂത്ത് വെച്ച പ്ലാൻ എന്തായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ പുറത്ത് കൊണ്ടുപോകണമെങ്കിലോ അല്ലെങ്കിൽ ഫോണായിട്ട് പെട്ടെന്ന് കണക്ട് ചെയ്യണമെങ്കിൽ മൾട്ടിപ്പിൾ ഡിവൈസ് കണക്ട് ചെയ്യണമെങ്കിൽ എല്ലാം ബ്ലൂടൂത്താണ് ഇത്രയും കൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ബ്ലൂടൂത്ത് ലോ പവർ മോഡിൽ വർക്ക് ചെയ്യാൻ പറ്റും. ബ്ലൂടൂത്ത് രണ്ട് തരത്തിലുണ്ട്, ബ്ലൂടൂത്ത് ക്ലാസിക്കും ബ്ലൂടൂത്ത് ലോ എനർജി. ഇതേപോലത്തെ IoT പ്രോജക്ട്സിലൊക്കെ യൂസ് ചെയ്യണത് ബ്ലൂടൂത്ത് ലോ എനർജിയാണ്. കാരണം ഇതിൻ്റെ പവർ കൺസപ്ഷൻ കുറവായതുകൊണ്ട് തന്നെ ബാറ്ററി ഡിവൈസസിലൊക്കെ ഇത്രയും കൂടെ ബാറ്ററി ലൈഫ് കിട്ടും. ഞാൻ ഇതൊക്കെ ഇപ്പോഴാണ് അറിയണത്. ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ സെയിം ESP32 യൂസ് ചെയ്തിട്ട് ഒരു ബ്ലൂടൂത്ത് റിസീവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മ്യൂസിക് പ്ലേ ബാക്കിന് വേണ്ടിയാണ്. അപ്പോൾ ആ ഒരു സെയിം സംഭവം തന്നെ യൂസ് ചെയ്തിട്ട് വർക്കാവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ബട്ട് അത് യൂസ് ചെയ്ത് ഇതേപോലത്തെ കമ്മ്യൂണിക്കേഷൻ നടക്കില്ല. അതായത് എൻ്റെ യൂസ് കേസ് അനുസരിച്ച് RGB വാല്യൂസിൻ്റെ വാല്യൂ, ബ്രൈറ്റ്നസ് വാല്യൂ ഇതെല്ലാം ആണ് സെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് പറ്റിയ ബെസ്റ്റ് സംഭവം ബ്ലൂടൂത്ത് ലോ എനർജിയാണ്. അപ്പോൾ അതാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കിയത്. ബട്ട് അത് വർക്കായില്ല. ഇതിൻ്റെ ബേസിക് ഫീച്ചേഴ്സ് ഫുള്ളായി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിൻ്റെ അഡ്വാൻസ് ഫീച്ചേഴ്സ്, ഇതിപ്പോൾ ഓട്ടോ ടേൺ ഓഫ് അല്ലെങ്കിൽ അതേപോലത്തെ വേറെ കുറേ ഫീച്ചേഴ്സ് എല്ലാം ഈ ബേസ് എല്ലാം കറക്റ്റായി പ്രോപ്പറായിട്ട് വർക്കാവുണ്ടെങ്കിൽ മാത്രമാണ് ഇതിൻ്റെ വേറെ ഫീച്ചേഴ്സൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുള്ളൂ. സോ അപ്പോൾ അതിനായിട്ട് ഞാൻ എൻ്റെ ChatGPTയുടെ ചാറ്റ് കാണിച്ചു തരാം. ഞാൻ ChatGPT എന്ന കോഡല്ല യൂസ് ചെയ്തേക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വർക്കായില്ല. അപ്പോൾ ഞാൻ പിന്നെ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ഈ ഒരു സൈറ്റ് കാണുന്നത്. ഈ വെബ്സൈറ്റിലെല്ലാം കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബ്ലൂടൂത്തിൻ്റെ മറ്റേ BLE ബ്ലൂടൂത്ത് ലോ എനർജി എന്താണെന്നുള്ളത്, അതിൻ്റെ ബേസിക്സ്, എങ്ങനെയാണ് അത് വർക്കാവണത്, അങ്ങനെയുള്ള ഫുള്ള് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കോഡും ഉണ്ട്. ഇതാണ്. അപ്പോൾ ആ കണ്ട കോഡാണ് ഞാൻ യൂസ് ചെയ്തത്. ബട്ട് ഇത് എക്സാക്റ്റ് കോഡല്ല. ഞാൻ ഇതെടുത്തിട്ട് ChatGPT കൊടുത്തിട്ട് ബാക്കിയുള്ള ഫീച്ചേഴ്സൊക്കെ ആഡ് ചെയ്യാൻ പറഞ്ഞു. ഇപ്പോൾ ഈ കോഡ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലൂടൂത്ത്, അതായത് നമുക്ക് ആപ്പ് ഉണ്ട്, അതായത് ഈ ബ്ലൂടൂത്ത് സ്കാനർ എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്. ഇതാണ് ആപ്പ്. അപ്പോൾ ഈ ആപ്പിനകത്ത് കാണിക്കും ഈ കോഡ് റൺ ചെയ്ത് കഴിയുമ്പോൾ. എന്നിട്ട് കണക്ട് ചെയ്യുക, എന്നിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ലൈക്ക് നമുക്കിപ്പോൾ ഡാറ്റാസ് അങ്ങോട്ട് സെൻഡ് ചെയ്യുക, ഇങ്ങോട്ടും സെൻഡ് ചെയ്യുക, ഒരു കമ്മ്യൂണിക്കേഷൻ പറ്റും. ബട്ട്
അത് കുറേ ഞാൻ ട്രൈ ചെയ്ത്, അതായത് ഒരു ദിവസത്തോളം 1.5 ദിവസത്തോളം ഞാൻ അത് തന്നെ ഇങ്ങനെ വർക്കാക്കാൻ നോക്കി. ബട്ട് വർക്കായില്ല. കണക്റ്റ് ആവും, ഈ ഡിവൈസ് കാണിക്കും, ഇങ്ങോട്ട് ഡാറ്റ വരും, പക്ഷെ അങ്ങോട്ട് പോകില്ല. അങ്ങോട്ട് അയച്ചാലും ഓൺ റൈറ്റ് എന്ന് പറഞ്ഞൊരു ഫങ്ഷൻ ഉണ്ട്, അത് കോൾ ചെയ്താലാണ് കളർ മാറണത്, ബ്രൈറ്റ്നസ് വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യണത്. ഇതെല്ലാം ആ ഓൺ റൈറ്റ് എന്ന് പറഞ്ഞ ഫങ്ഷൻ വർക്ക് ചെയ്താലാണ്. ബട്ട് ഞാൻ എന്ത് ചെയ്തിട്ടും ഇത് ട്രിഗർ ആവണില്ല. ഞാൻ ഈ ആപ്പ് യൂസ് ചെയ്ത് നോക്കി, വേറെ 2 ആപ്പ് യൂസ് ചെയ്ത് നോക്കി, പിന്നെ ഞാൻ ഫ്ലട്ടർ വെച്ചൊരു ആപ്പ് ഉണ്ടാക്കി നോക്കി, ഇതെല്ലാം ചെയ്തിട്ടൊന്നും വർക്ക് ആവണ്ടില്ല. പിന്നെ ഞാൻ വൈഫൈയിലേക്ക് തന്നെ മാറി. ഇപ്പോൾ HTTP മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്, അതായത് സെർവർ ക്ലയൻറ്റ് ആ ഒരു ഇത് വെച്ചിട്ടാണ് ഇപ്പോൾ കോഡ് ചെയ്തത്. അത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കോഡ്. ഇതിനകത്ത് ഇപ്പോൾ പകുതി LED മാത്രം കത്താനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് നമ്പർ ഓഫ് LED കൊടുത്തേക്കുന്നത് 30 ആണ്. അപ്പോൾ ഇതിനകത്ത് എത്ര LED ഉണ്ടെന്ന് എണ്ണി നോക്കിയിട്ട് അത് കറക്റ്റ് കൊടുത്താൽ ഫുൾ LED വർക്കാവും. പിന്നെ പിന്ന്, അതായത് സിഗ്നലിൻ്റെ പിന്നാണ് 16. പിന്നെ ഉള്ളത് ഇതിൻ്റെ പേരും പാസ്വേഡ്. അതായത് ഇതിപ്പോൾ ഒരു ഹോട്ട്സ്പോട്ട് ആയിട്ടാണ് ആക്ട് ചെയ്യണത്. അപ്പോൾ ഇതായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഈ പാസ്വേഡ് അടിച്ചാൽ കണക്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെബ് സെർവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സെറ്റോൾ LEDസിൻ്റെ ഈ ഫംഗ്ഷൻ എങ്ങനെ വർക്ക് ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ RGB വാല്യൂസും അതിൻ്റെ കൂടെ തന്നെ ബ്രൈറ്റ്നെസ്സും കൊടുക്കും. അപ്പോൾ ആദ്യം തന്നെ സ്ട്രിപ്പ് ഡോട്ട് ഈ ഒരു മെത്തേഡിനകത്ത് നമ്മൾ ബ്രൈറ്റ്നെസ് വാല്യൂ കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫോർ ലൂപ്പിൽ, അതായത് ഈ നമ്പർ ഓഫ് LED, ഓരോ LED ലൂപ്പ് ചെയ്തിട്ട് നമ്മൾ കളർ സെറ്റ് ചെയ്യും. അതായത് ഇപ്പോൾ ഇവിടെ RGB വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ സ്ട്രിപ്പ് ഷോ കൊടുത്താലാണ് LED എത്തും. അടുത്ത ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡിൽ റൂട്ട്. ഇതെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ എൻഡ് പോയിന്റ് ഉണ്ട് /send, ഈ എൻഡ് പോയിന്റ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ വർക്കാവും. അതാണ് ഈ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷനിൽ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് വന്നതിൽ RGB അല്ലെങ്കിൽ ബ്രൈറ്റ്നസ് വാല്യൂ, ഇതിൽ ഈ ഒരു ആർഗ്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ആറിൽ വന്ന വാല്യൂ എടുത്ത് ഈ R വേരിയബിൾ, അതേപോലെ തന്നെ GB, പിന്നെ ബ്രൈറ്റ്നസ് ഇതിലുള്ളത് ബ്രൈറ്റ്നസ്സിലോട്ട് വെക്കും. ഇതെല്ലാം ലോക്കൽ വേരിയബിളിലോട്ട് വെക്കും. അത് കഴിഞ്ഞിട്ട് ഇത് സീരിയൽ മോണിറ്റർ പ്രിൻ്റ് ചെയ്യും. അതായത് ഇപ്പോൾ ഇതിനകത്ത് ഇത് ഈ സംഭവം നെക്കി കഴിഞ്ഞാൽ സീരിയൽ മോണിറ്റർ ഓൺ ആവും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫ്ലട്ടറിലൊക്കെ ഡീബഗ്ഗിങ് കാണിക്കുമല്ലോ, പ്രിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ടെർമിനലിൽ കാണിക്കണം. ഇതുപോലത്തെ സെയിം സംഭവം തന്നെയാണ് ഈ സീരിയൽ മോണിറ്റർ, സിമ്പിളായിട്ട് റൺ ചെയ്യും. ഇപ്പോൾ അത്രയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇത് വൈഫൈ സെറ്റപ്പ് ചെയ്യണ ഫംഗ്ഷനാണ്. പിന്നെ ഈ ഹാൻഡിൽ ക്ലയൻറ്റ് നമ്മൾ ഇതിപ്പോൾ ലൂപ്പിൽ വർക്ക് ചെയ്യാനാണ്. നമ്മൾ ഇപ്പോൾ റിക്വസ്റ്റ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതേപോലെ തന്നെ അത് പ്രോസസ്സ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ്. അപ്പോൾ അത്രയാണ് അർഡുയിനോയിലുള്ള കോഡ്. പിന്നെ ഇതിൻ്റെ എക്സാമ്പിൾ ഇതിപ്പോൾ ഇവിടെ തന്നെ ഫ്ലട്ടറിൻ്റെ കോഡ് ഉണ്ട്. ഞാനൊരു സിമ്പിളായിട്ടുള്ള ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് ടെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിനകത്ത് IP അഡ്രസ്സും ഇതേപോലെയാണ് വാല്യൂസ് കൊടുക്കൽ. അപ്പോൾ ഇത് കൊടുത്താൽ അതപ്പുറത്ത് വരും, അതനുസരിച്ച് നമ്മുടെ LED കളർ മാറും. ബ്ലൂടൂത്ത് വർക്കാവാനത് എന്താണെന്ന് എനിക്കിപ്പോഴും ഒരു ഐഡിയ ഇല്ല. അത് വർക്കാവെങ്കിൽ അത് ട്രൈ ചെയ്ത് നോക്കാമായിരുന്നു, ബട്ട് അത് വർക്കായില്ല. അതിനി നോക്കും എന്താ വർക്കാവാത്തതെന്ന്. അതിനകത്ത് ഒരു ഫംഗ്ഷൻ ട്രിഗർ ആവണില്ല. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ എൻഡ് പോയിന്റിലേക്ക് കോൾ ചെയ്യുമ്പോൾ ഈ ഹാൻഡിൽ റൂട്ട് ഫംഗ്ഷൻ വർക്കാവുണ്ടല്ലോ, അതേപോലെ തന്നെ ഒരു സംഭവം നമുക്ക് ബ്ലൂടൂത്ത് BLE അതിൻ്റെ ഇതിലുണ്ട്. ബട്ട് അത് ട്രിഗർ ആവണില്ല. ഇവിടെ നിന്ന് പോണതായിട്ട് കാണിക്കണ്ട്, പക്ഷെ അതിൽ ട്രിഗർ ആവുള്ള സീരിയൽ മോണിറ്ററിലൊന്നും കാണിക്കണില്ല. അതെന്താണെന്നൊരു ഐഡിയ ഇല്ല. അപ്പോൾ അതൊന്നും ഇത്രയും കൂടെ ഒന്ന് നോക്കി ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടുമായിരിക്കും. അപ്പോൾ ഇതിനകത്ത് 42 LEDs ഉണ്ട്. അപ്പോൾ അത് ഇവിടെ കൊടുക്കുക, 42 LEDs ഉണ്ട്. ഇതിനകത്തേക്ക് ഇനി കോഡ് അപ്ലോഡ് ചെയ്യുക, അതിനകത്ത് കണക്ട് ചെയ്യുക. കഴിയുമ്പോൾ അപ്പോൾ ഇതിനകത്ത് കോഡ് അപ്ലോഡ് ചെയ്യാൻ നേരത്ത് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, അത് നിൽക്കണം. അപ്പോൾ അത് അപ്ലോഡ് ആവും. ഇപ്പോൾ എല്ലാ LEDയും കത്തണം. ഓക്കെ, ഇനി ഫ്ലട്ടർ ആപ്പ് കാണിച്ചു തരാം. ഇത് സിമ്പിളായിട്ടുള്ള ആപ്പാണ് ഇപ്പോൾ ഉണ്ടാക്കിയേക്കുന്നത്, ടെസ്റ്റിങ്ങിന് വേണ്ടി മാത്രം. ഇനി ഇത് ഇത്രയും കൂടെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. ഇത്രയും കൂടെ UIയും കാര്യങ്ങളൊക്കെ ഇത്രയും കൂടെ അടിപൊളിയാക്കാനുണ്ട്. അതിനൊപ്പം തന്നെ ഇനി അർഡുയിനോയിലും കുറച്ച് ചേഞ്ചസ് വരുത്താനുണ്ട് കോഡിൽ. അപ്പം ഇനി അതൊക്കെ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ അതിന് മുമ്പ് ഇതിൻ്റെ ആപ്പ് കാണിച്ചു തരാം, ഇതിൻ്റെ വർക്കിംഗ് കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ, ആപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇതാണ് ആപ്പ്, ഇതാണ് ബേസ് UI. അപ്പോൾ ഫസ്റ്റ്
ലൈറ്റ് ഓൺ ആക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഒരു ഹോട്ട്സ്പോട്ട് പോലെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി വൈഫൈയുടെ ഇതെടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ESP32 ഹോട്ട്സ്പോട്ട് ഇതാണ് അത്. അപ്പോൾ അതായിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഈ ആപ്പിലേക്ക് വരാം. ഇപ്പോൾ ഫുൾ ബ്രൈറ്റ്നെസ്സിലാണ് വർക്ക് ആവുന്നത്. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാൻ വേണമെങ്കിൽ അതിപ്പോൾ ഇവിടെ വെക്കുക, സെൻഡ് കളർ കൊടുക്കുക, ലൈറ്റ് ഓഫായി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കളർ ഫുൾ കൊടുക്കുക, അതായത് ബ്രൈറ്റ്നെസ് ഫുള്ളാക്കുക, ഓണായി. പിന്നെ വൈറ്റ് മാറ്റി ഇപ്പോൾ റെഡ് മാത്രം മതിയെങ്കിൽ ബാക്കിയുള്ളതൊക്കെ കുറക്കുക. ഇതേപോലെ ഓരോ കളേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ആപ്പ്, ഇതാണ് അതിൻ്റെ വർക്കിംഗ്. അപ്പോൾ ഇതിന് പറ്റിയ വലിയ ഫീച്ചേഴ്സൊക്കെ നിങ്ങളുടെ മൈൻഡിലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ ഇത്രയും പണിയെടുക്കണ്ട, ഇതിനെക്കാട്ടിയും സിമ്പിളായിട്ടുള്ള എന്നാൽ ഇതിലും കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സൊല്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ WLED എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളാണ് ഇൻസ്റ്റാൾ ചെയ്യാനും യൂസ് ചെയ്യാനും. ഇതിൻ്റെ തന്നെ ആപ്പ് കൊണ്ട് വെബ്സൈറ്റ് ത്രൂ നമുക്ക് കൺട്രോൾ ചെയ്യാം. ഇതേപോലെ തന്നെ സെയിം ഫീച്ചേഴ്സാണ്, RGB കൺട്രോൾ ചെയ്യുക. ഇതിനകത്ത് വേറെ കുറേ ഫീച്ചേഴ്സ്, അതായത് കുറേ എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. മ്യൂസിക് റിയാക്റ്റീവ് ആക്കുക, അങ്ങനത്തെ കുറേ ഓപ്ഷൻസും ഫീച്ചേഴ്സൊക്കെ ഉള്ളതാണ് ഈ WLED. പിന്നെ ഞാൻ ഈ ഒരു മെത്തേഡ് എന്താ ചൂസ് ചെയ്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വഴി നോക്കിയത് കൊണ്ട് തന്നെ ഇപ്പോൾ മറ്റേ ബ്ലൂടൂത്ത് ഇതിൻ്റെ കാര്യമാണേലും കുറേ ഇപ്പോൾ ChatGPT യൂസ് ചെയ്തിട്ട് എത്രത്തോളം നമുക്ക് അത് യൂട്ടിലൈസ് ചെയ്യാന്നുള്ള കാര്യവും ഇതേപോലെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും ജസ്റ്റ് ബൈ റീബിൽഡിങ്. അതായത് ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം നമ്മൾ ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഉണ്ടാക്കിയത്, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളതൊക്കെ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇതിപ്പോൾ ഇതേപോലത്തെ ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കി നോക്കണത്. അപ്പോൾ നിങ്ങൾക്കും കുറേ കാര്യങ്ങളൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഓരോന്ന് ഉണ്ടാക്കി നോക്കുക. അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് വേ ടു ലേൺ. സോ ഡിജിടെക്കിൻ്റെ മറ്റേ ലൈറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതേപോലത്തെ കണ്ടൻറ്റ് ഇനിയും കിട്ടണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.